ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ സംഭവബഹുലമായ ഒരു ദിവസം അവസാനിച്ചിരിക്കുകയാണ്. അവസാനിക്കുമ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല. ഒരുപക്ഷെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആയിട്ടുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം ഇന്നത്തെ ദിവസമായിരുന്നു. ഇപ്പൊ രാത്രി അടുത്ത പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. നൂറയോട് ആര്യൻ അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളതാണ് നൂറയുടെ കംപ്ലൈന്റ്. നൂറ കംപ്ലൈന്റ് ആയിട്ടല്ല ഇത് ചെയ്യുന്നത്. നൂറ അനുവിനോടും ആദിലയോടും പറയുന്നു. അതിനുശേഷം വലിയ പ്രശ്നമായി മാറുന്നു. എന്താണെന്ന് പറയാം. അതിനു മുമ്പ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്താണ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നടന്ന മറ്റേ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, മറ്റേ ബോളറി ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. ഈ ബോളറി ടാസ്കിൽ ഇങ്ങനെ പിടിച്ചല്ലേ നിൽക്കേണ്ടത്. അതിന്റെ നൂറ നിൽക്കുന്നതിന്റെ തൊട്ടടുത്താണ് ആര്യ നിൽക്കുന്നത്. സോ നൂറ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നൂറയുടെ ടീഷർട്ട് ഇങ്ങനെ കുറച്ച് പൊങ്ങിയിരിക്കും. അതുകൊണ്ട് നൂറയെ ആ സൈഡിൽ നിന്ന് ആര്യ നൂറയുടെ വയറിലോട്ട് നോക്കിയായിരുന്നു നിന്നതും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഉമ്മ വെക്കുന്ന രീതിയിലുള്ള ആക്ഷൻ ആര്യന്റെ ഭാഗത്തുനിന്ന് അതായത് ഈ വയറിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ചെയ്യുന്നതായിട്ടും നൂറ കണ്ടു. ഇത് അപ്പം എന്തെന്ന് ഇങ്ങനെ നൂറ ചോദിച്ചു എന്ന് നൂറ പറയുന്നുണ്ട്. അപ്പൊ ഉടനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആര്യൻ ഇങ്ങനെ മാറുന്നു എന്നുള്ളതുമാണ് സംഭവം. ഇത് നൂറയ്ക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് നൂറ പറയുന്നു. ഇത് കേട്ട പാടി കേൾക്കാത്ത പാടി സ്വാഭാവികമായിട്ടും നൂറയുടെ പാർട്ട്ണറാണ് ആദില എന്ന് പറയുന്നത്. ഒരു പുരുഷനും സ്ത്രീക്കും എങ്ങനെയാണോ വികാരങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ലെസ്ബിയൻ കപ്പിൾസിനും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നൂറയുടെ പാർട്ട്ണറായ ആദിലയ്ക്ക് ദേഷ്യം അല്ലെങ്കിൽ പോസസീവ്നെസ് അല്ലെങ്കിൽ ഒരു വികാരം ഉണ്ടാകുന്നു. അപ്പോൾ ഉടനെ കയ്യിലിരുന്ന കൊടയൊക്കെ എടുത്ത് എറിയുന്നു. അപ്പോൾ ഉടനെ അനു ഏറ്റെടുക്കുന്നു. അനു പറയുന്നത് ഇങ്ങനെയല്ല ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഒരു ടോക്സിസിറ്റി ആക്ച്വലി ആദിലയുടെ ഉള്ളിൽ ഇങ്ങനെ ഉണർന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇത് ഭയങ്കര ടോക്സിക് ആണ്. ഇങ്ങനെ ഒരു പ്രോബ്ലംസ് നേരിടുമ്പോൾ അതിനെ വന്ന് പറയുക എന്നുള്ളത്, പാർട്ട്ണർ വന്ന് പറയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഒരുപാട് ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ചോദിക്കണം. അതിനകത്ത് നിന്ന് നൂറയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നൂറ തന്നെ പറയുന്നു. ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ നീ എന്താ ഇതാണെങ്കിൽ ചിരിച്ചിട്ടാണോ പറയുന്നത് എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടാണ് ആദില നൂറയോട് ബിഹേവ് ചെയ്തത്. വളരെ ടോക്സിക് ആയിട്ടുള്ള ബിഹേവിംഗ് ആയിട്ട് ആദിലയുടെ ഭാഗത്തു നിന്ന് തോന്നി. ഭയങ്കര മോശമായിട്ട് തോന്നി. നൂറയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നൂറ നന്നായിട്ട് വായെടുത്ത് ഉച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു ഇതിവിടെ നിർത്തിക്കോ എന്ന് ആദിലയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പം വീണ്ടും ആദില ഇത് നിനക്ക് നിസ്സാരമായിരിക്കും, മറ്റതാണ് മറിച്ചെന്ന് പറയും. സംഭവം എല്ലാവരും അവരവരുടെ ഇത് ഒരു ബോർഡർ ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാവരും കേപ്പബിൾ ആണ്. സോ നമുക്ക് നമ്മുടെ വിഷയം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ, പറ്റാതിരിക്കുമ്പോഴല്ലേ നമ്മൾ മറ്റൊരാളുടെ സഹായം ചോദിക്കേണ്ടത്. നൂറ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു. സോ സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്കറിയത്തില്ല. നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും അത് ഭയങ്കര മോശമായിരിക്കും. കാരണം ഭയങ്കര ഒരു സെക്ഷൽ അബ്യൂസ് ഒക്കെ അല്ലേ നടത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഭയങ്കര ഒരു ബാഡ് കമന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലേ എന്നുള്ളതൊക്കെ നമ്മളാരും ഇന്നലത്തെ എപ്പിസോഡിൽ ഒന്നും കണ്ടിട്ടില്ല. സോ അറിയത്തില്ല അതിന്റെ എത്രത്തോളം ഒറിജിനാലിറ്റി ഉണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ എനിക്ക് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് നമ്മുടെ നെവിന് ഫൈനൽ വാർണിംഗ് കൊടുത്തേക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫൈനൽ വാർണിംഗ്. ഇതെന്റെ ഫൈനൽ വാർണിംഗ് ആണെന്ന് പറഞ്ഞ് നിർത്തിപ്പൊരിക്കുന്നു, എന്തുവാണ് നെവിനെ വിറപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്ക് എന്റെ കൈ ഉയർത്തിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു വിരലെടുത്ത് പൊക്കി കാണിക്കാനാണ് തോന്നിയത്. അത്ര അത് ഇവിടെ കാണിക്കുന്നില്ല, അതെന്റെ മാന്യത. എന്തുവാ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കയ്യാങ്കളി വെച്ച് ഒരു മനുഷ്യൻ ആശുപത്രിയിലാക്കിയിട്ടും പറയുവാണ് ഇത് ലാസ്റ്റ് വാർണിംഗ് ആണെന്ന്. എന്നിട്ട് വീണ്ടും വരുമ്പോഴത്തേക്ക് ഷാനവാസിന്റെ ഒക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ അപ്പം നോക്കാന്ന്. ഇതൊക്കെയാണോ മാന്യത? സോ ബാഡ്. ഇതൊക്കെയാണോ ഡോക്ടർ റോബിനോട് ചെയ്തത്? ഇതിനു മുമ്പ് പല കണ്ടസ്റ്റൻസിനോടും ചെയ്തത് എങ്ങനെയാണ്? ഇങ്ങനെ ജസ്റ്റ് തള്ളി ഇതിനല്ലേ ഡോക്ടർ റോബിനെ പുറത്താക്കിയത്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ വളരെ ബാഡായിട്ട് തോന്നുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് കൂടാതെ ഇവർക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതായത് ലാലേട്ടനും ബിഗ് ബോസ് ടീമിനും നല്ലൊരു അടിപൊളി ഒരു സബ്ജക്ട് കിട്ടിയിട്ടുണ്ട്. അതായത് 2 ശനിയാഴ്ച ഞായറാഴ്ച 2 വീക്കെൻഡിലും വന്നിട്ട് നമ്മുടെ അലക്കി വെളുപ്പിക്കാനും അനുവിന്റെയും ടീമിന്റെയും പുറത്ത് കയറാൻ വേണ്ടിയിട്ട് നല്ലൊരു ടോപ്പിക് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് 2 അടുക്കളയിൽ 2 ഭക്ഷണം ഉണ്ടാക്കി എന്നുള്ളൊരു വലിയൊരു ടോപ്പിക്ക് ലാലേട്ടന് കിട്ടിയിട്ടുണ്ട്. സോ ഈ ആഴ്ച എന്തായാലും ഇതായിരിക്കും ടോപ്പിക് എന്ന് പ്രതീക്ഷിക്കുന്നു. സോ അനുവിനും ആദിലയ്ക്കും നൂറയ്ക്കും ഓൾ ദി വെരി ബെസ്റ്റ്. 2 ദിവസം കയറി മിണ്ടായിട്ട് തലകുമ്പിട്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. അതാണ് ഈ ദിവസത്തെ ടോപ്പിക്കായിട്ട് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടാസ്ക് ആയിരുന്നു വരുന്നത്. ടാസ്കിൽ അനുവാണ് ഇത്തവണ 1ാം ടാസ്കിൽ എത്തിയിരിക്കുന്നത്. മറ്റേ ഫിഷ് ട്രേ ഉണ്ടല്ലോ, അതായിരുന്നു ടാസ്ക്. ഇത് അവിടെ അടുക്കി വെച്ചിരിക്കുന്ന ഇതെടുത്ത് പേര് മറന്നില്ല, ഇതെടുത്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ വെക്കണം. ഈ കണക്ട് ചെയ്ത് വെക്കുന്നതിൽ ഏറ്റവും കുറവ് ടൈമിൽ ആരാണോ കണക്ട് ചെയ്യുന്നത് നിങ്ങൾ ടാസ്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ.
ആരാണോ കണക്ട് ചെയ്യുന്നത് അവർ ഏറ്റവും കുറവ് മിനിറ്റ്സിൽ കണക്ട് ചെയ്യുന്നവർക്കായിരിക്കും ടോപ്പ്. ഐ തിങ്ക് 9 മിനിറ്റ് 50 സെക്കൻഡ് മാത്രമാണ് അനു എടുത്തത്. സോ അതുകൊണ്ട് തന്നെ അനുവിന് 8 പോയിന്റ് കിട്ടി. സോ ടോട്ടൽ പോയിന്റ്സ് വരുമ്പോഴത്തേക്ക് നൂറ് തന്നെയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, 41 പോയിന്റ്. ആര്യൻ 39 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത്, 2 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. അക്ബറാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് 34 പോയിന്റുമായിട്ട്. നെവിൻ 32 പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുന്നു. പിന്നെ അനുവിന് 28 പോയിന്റ്, സാബുവിന് 24 പോയിന്റ്, അനീഷിന് 23 പോയിന്റ്, ആദിലേക്ക് 19 പോയിന്റ്, ഷാനവാസിന് 13 പോയിന്റ്. ഷാനവാസിന് 2 ഗെയിമുകളും കളിക്കാൻ പറ്റില്ല. ഷാനവാസിന് ഒരു പ്രശ്നവും ഇല്ലാതെ ഷാനവാസ് നാളെ സുഖം പ്രാപിച്ച് ഹൗസിലേക്ക് ഫുൾ എനർജിയോടുകൂടി തിരിച്ചു വരുമെന്ന് ശുഭപ്രതീക്ഷയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു. അതിന് മുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.